ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ, ട്രാവൽ മെമ്മറീസ് കേരള. ഇന്നിപ്പോൾ ഈ സമയത്ത് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഒരു വെറൈറ്റി ടൈപ്പ് ഫുഡ് ഉണ്ടാക്കാൻ ചോദിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ച് കുത്തി കപ്പയും കാന്താരി, അതാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ എൻ്റെ കുടുംബത്തേക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് എൻ്റെ കുടുംബം. പേര് പറഞ്ഞേ? അനു. പേര് പറഞ്ഞേ? അന്ന ജോമോൻ. ഓ, അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു കുറച്ചൊരു വെറൈറ്റി. ഇന്ന് നമ്മളെന്താ ഉണ്ടാക്കാൻ പോണത്? കപ്പപ്പുഴുക്ക്. അതിന് ഞാൻ വേറൊരു പേരിട്ടാ, ഇടിച്ചു കുത്തി കപ്പയും കാന്താരി. ഓക്കെ, നമുക്ക് തുടങ്ങാം. നല്ല നാടൻ കപ്പയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ കപ്പ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിലിപ്പോ എന്തൊക്കെയാ വേണ്ടോ നമുക്ക് ഉണ്ടാക്കാനായിട്ട്? ഇതിൽ കപ്പ, പച്ചമുളക്, നാളികേരം, മഞ്ഞപ്പൊടി, പിന്നെന്തൊക്കെ വേണ്ട പറഞ്ഞോ? മറന്നുപോയി. ഉള്ളി. ഇത്രയും സാധനങ്ങൾ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തൊലിയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഇപ്പം ഇതേപോലെ അത് കഴിഞ്ഞിട്ട് നേരത്തെ കണ്ട കട്ടിങ് കണ്ട ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ആ കപ്പയൊക്കെ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ ആക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. നമ്മൾ ആ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത കപ്പ ഉണ്ടല്ലോ, കപ്പ നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഈ മൺകലത്തിലേക്ക് നമ്മൾ ഇട്ടു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? അതിൽ കുറച്ച് ഉപ്പിടും. ഉപ്പിട്ടോ, നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പിട്ടു അതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ പാചകം ചെയ്യാം കേട്ടോ. മൺകലത്തിൽ പാചകം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് മൺകലം ഉപയോഗിക്കേണ്ട കാരണം. പിന്നെ നമ്മൾ വിറകടുപ്പാണ് നല്ലത്, പക്ഷെ ഇപ്പോൾ ഇവിടെ ഗ്യാസ് അടുപ്പാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ കണ്ട ഏകദേശം അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആയിട്ടില്ല കണ്ട, അതേപോലെ അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണ്ട. ഇളക്കി കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. വെന്ത് ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം മാറ്റിയിട്ട് വേണം ഇത് അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ എന്താ പറയുക, ഒരു കയ്യിൽ കൊട്ടി എടുത്തിട്ട് അതിലത്തെ വെള്ളം ഇങ്ങനെ വാർത്ത് കളയാം. എന്നിട്ട് അങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇടുക. കണ്ടോ, ഇതേപോലെ മാറ്റിയിടുക. അങ്ങനെ നമ്മൾ അതിലേക്ക് ചേർക്കാനുള്ള നാളികേരം നമ്മൾ ചിരകി എടുത്തു കഴിഞ്ഞു. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് മതിയില്ലേ അരിഞ്ഞിട്ടത്. ഇവിടെ ചുവന്നുള്ളി ഒരു 4-5 മതി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടണം. ഓക്കെ, ഉണ്ടാ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിക്കണം. നമ്മൾ എന്താ ചെയ്യാൻ പോണേ അനു? പച്ചമുളകും കേട്ടില്ല, പച്ചമുളകും ചുവന്നുള്ളിയും കൂടി അരച്ചെടുക്കുക. പച്ചമുളകും ചുവന്നുള്ളിയും കൂടി അരച്ചെടുക്കാനോ? ശരിക്കും ഇതേ അമ്മിയിൽ ഇട്ടിട്ടാണ് അരക്കേണ്ടത്. നാളികേരം നല്ലോണം അരയാൻ പാടില്ല. അപ്പോ പച്ചമുളക് നല്ലോണം അരയാൻ വേണം. അതുകൊണ്ട് ആദ്യം പച്ചമുളകും ചുവന്നുള്ളിയും കൂടി അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം നാളികേരം ഇട്ടിട്ട് മിക്സി ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാനാ പാടുള്ളൂ. നല്ലോണം അറിയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക അല്ലേ? ശരി, എന്നാ പിന്നെ ആയിക്കോട്ടെ, തുടങ്ങിക്കോട്ടെ പരിപാടി. ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കട്ടെ. ഈ അരവ് മാത്രമേ, ഈ നാളികേരത്തിന്റെ അരവ് വരാൻ പാടുള്ളൂ. അതായത് ഇത്രയും ഇതായിരിക്കണം. ഈ പറഞ്ഞ നേരത്തെ വെള്ളം മാറ്റിയെടുത്തിട്ടുള്ള കപ്പയിലേക്ക് ഈ പറഞ്ഞ അരപ്പ്, അതായത് അരവുകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാൻ പോകണം. അതായത് നേരത്തെ നമ്മൾ ചേർത്തിട്ടുള്ള അരച്ചു വെച്ചിട്ടുള്ള പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ അതുപോലെ നാളികേരം, അത് വീണ്ടും ഈ മിക്സുകളൊക്കെ ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് അത് അടുപ്പത്ത് വെക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കാം. ഇത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് ചെറിയൊരു ആവി കയറുന്നത് വരെ നമ്മളതൊന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കുക. അതിന് ശേഷം ഇളക്കിയെടുക്കാം. എല്ലാം കൂടെ കൂട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഓക്കെ, ഇപ്പൊ അത് വേണ്ട, ആവി വന്നു തുടങ്ങി. ആഹാ, എന്താണ് അടിപൊളി. ഇനിയാണ് ഞാൻ പറഞ്ഞത് ഇടിച്ചു കുത്തി എന്ന് പറഞ്ഞത്. അതായത് നല്ലോണം നല്ലൊരു തവി കൊണ്ടോ അല്ലെങ്കിൽ ഈ മൺകലത്തിലേക്ക് ആകുമ്പോൾ ഇളക്കുമ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു ഇത് എന്താ പറയുക, ചെറിയ വടി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടൊക്കെ ഇളക്കാം. നമ്മളിപ്പോൾ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇപ്പോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇതേപോലെ നല്ലോണം അങ്ങനെ ഇളക്കി റെഡിയാക്കി നമുക്ക് സർവ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫാമിലി. ഇതിന് നേരത്തെ പരിചയപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നില്ല, അവൻ കളിക്കാൻ പോയിരുന്നു. അവൻ്റെ പേരെന്താ? പേര് പറഞ്ഞേ? ആൽഫ്രഡ് ജോമോൻ, അന്ന ജോമോൻ, അനു ജോമോൻ. അങ്ങനെ 3 പേര്, ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് കപ്പപ്പുഴുക്ക്. നല്ലൊരു വെറൈറ്റി സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കിയുള്ള കപ്പപ്പുഴുക്കാണ്. അതിന് കാന്താരി ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്താരി, അതേപോലെ കാന്താരി മുളക്, ചുവന്നുള്ളി, പിന്നെ അതുപോലെ അതിൽ കുറച്ച് ശകലം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മളത് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല സുലൈമാനി, നല്ല കട്ടൻ ചായയും കൂടിയിട്ടാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ. ഞങ്ങളിങ്ങനെ കഴിച്ചു തുടങ്ങണ്ട. നല്ല കപ്പ, നല്ല സൂപ്പർ കപ്പ എന്താ നമ്മൾ റെഡി ആക്കിക്കൊണ്ട്. ഇതെന്താണ് കാന്താരി.
കാന്താരി ചമ്മന്തി. എവിടെ ഇരിക്കുന്നത് നല്ല സുലൈമാനി, അതായത് കട്ടൻ ചായ. അപ്പൊ ഞങ്ങൾ കഴിച്ചു നോക്കണം കേട്ടോ. ഇവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ആൽഫ്രഡേ? സൂപ്പറായി. എരിവ് കൂടുതലുണ്ടാ? എരിവ് കൂടുതലുണ്ട്. ഓക്കെ. അന്നമ്മ എങ്ങനെയുണ്ട്? ഇഷ്ടായ? അടിപൊളി. ഓക്കെ. പിന്നെ മാഡത്തിനോട് ചോദിക്കിട്ട് കാര്യല്ലേ, എങ്ങനെയുണ്ട് മാഡം? അടിപൊളി. അപ്പൊ ഞാനിത് കഴിക്കുന്നുണ്ടാ. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ കപ്പ കാന്താരി കഴിക്കണ്ട. ഓക്കെ. നമ്മൾ കുറെ വ്ളോഗുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സമയമായതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഒന്നും എടുക്കാൻ പറ്റില്ല, ഒരു ലൊക്കേഷനും പോകാൻ പറ്റില്ല. അപ്പോൾ നല്ല വെറൈറ്റി ഐറ്റംസ് നമ്മളിനി വീട്ടിലുണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിനി കാണാം. ഓക്കെ. അപ്പോൾ കാന്താരി ചമ്മന്തി, നമ്മൾ ഈ പറഞ്ഞ കപ്പപ്പുഴുക്കും, അതായത് ഇടിച്ചു കുത്തി കപ്പപ്പുഴുക്കും ആണ് ഇവിടുത്തെ വെറൈറ്റി. നമ്മൾ കഴിക്കണ്ട. ഇതിലാ നാളികേരം ക്രഷ് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. കൂട്ടത്തിൽ നമുക്ക് ഇത് കഴിക്കുമ്പോൾ എരിവ് വരും. അപ്പോൾ കുറച്ച് സിപ്പായിട്ട് ഈ ചായയും കുടിക്കാം. സുലൈമാനി സൂപ്പർ. കാലത്തോ വൈകിട്ടോ നമുക്ക് ഈ സാധനം ബെസ്റ്റാണ്. ഇതിൻ്റെ കൂടെ മീൻ കറി കൂടി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് സൂപ്പറാണ്, ഒന്നും പറയില്ലേ, അടിപൊളി. അപ്പോൾ അടിപൊളി ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം നിങ്ങൾക്ക് വീണ്ടും കാണാം. സാധനം സൂപ്പറാണ്. ഓക്കെ, ബൈ.